അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് ദൈവരാജ്യത്തെ പ്രസിദ്ധമാക്കുവാനാണ്. വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു പദമാണ് ദൈവരാജ്യം. യേശുവിന്റെ കാലത്ത് യേശുവിന്റെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും കേൾവിക്കാർക്കും ഒന്നും മനസ്സിലായില്ല. അതുകൊണ്ട് യേശു ദൈവരാജ്യത്തെ കുറിച്ച് അനാവധി ഉപമകൾ, ഉദാഹരണങ്ങളൊക്കെ യേശു പറയേണ്ടി വന്നു. ശിഷ്യന്മാർക്ക് അപ്പോഴും മനസ്സിലായില്ല. അപ്പോഴൊക്കെ തനിച്ചിരിക്കുമ്പോൾ യേശുവിന്റെ അടുക്കൽ വന്നവർ പിന്നെയും ചോദിച്ചുകൊണ്ടിരുന്നു ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തി തരുവാൻ. ദൈവരാജ്യത്തിന്റെ മർമ്മം എന്ന് പറയുമ്പോൾ പഴയ നിയമ പ്രവാചകന്മാർക്ക് വെളിപ്പെടാതിരുന്നതാണ്. നിങ്ങൾ പഴയ നിയമത്തിലെ പ്രവചനങ്ങൾ വായിക്കുമ്പോൾ അവർക്ക് വെളിപ്പെട്ടതെല്ലാം ഭാഗികമായിരുന്നു. എബ്രായ ലേഖനം ആദ്യ ഭാഗം നിങ്ങൾ വായിക്കുമ്പോൾ വിവിധമായിട്ടും അംശമായിട്ടും മാത്രമാണ് പഴയ നിയമ പ്രവാചകന്മാർക്ക് എല്ലാം വെളിപ്പെട്ടത്. എന്നാൽ പൂർണ്ണ വെളിപ്പാട് പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് നാളിൽ വന്നതിന് ശേഷമാണ് ലഭിച്ചത്. അപ്പോസ്തലനായ പൗലോസ് തന്റെ ലേഖനങ്ങളിൽ അനവധി മർമ്മങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഓരോ പ്രാവശ്യവും താൻ ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, സഹോദരന്മാരെ, ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം. പല മർമ്മങ്ങളാണ്. പുനരുത്ഥാനത്തെ കുറിച്ച് മർമ്മമുണ്ട്, സഭയെ കുറിച്ച് മർമ്മമുണ്ട്. ധാരാളം പ്രാവശ്യം നാം ആ വാക്ക് കേൾക്കുന്നുണ്ട്. പഴയ നിയമ പ്രവചനങ്ങൾ ഞാൻ വിശദമായിട്ട് അത് പറയുവാൻ ഇന്ന് രാത്രി സമയം എടുക്കുന്നില്ലെങ്കിലും താല്പര്യമുള്ളവർക്ക് പഠിക്കാൻ വേണ്ടി ഞാനൊരു സൂചന തരാം. അതിങ്ങനെയാണ്: പഴയ നിയമത്തിലെ യേശുവിന്റെ ജനനത്തെ കുറിച്ചുള്ള പ്രവചനങ്ങൾ നിങ്ങൾ വായിക്കണം. അവിടെ രസകരമായ ഒരു കാര്യം നിങ്ങൾക്ക് കാണാം. യേശുവിന്റെ ജനനത്തെ കുറിച്ചുള്ള പ്രവചനത്തോട് ചേർന്ന് യേശുവിന്റെ രണ്ടാം വരവിനെ കുറിച്ചും മഹോപദ്രവത്തെ കുറിച്ചും ഒക്കെയുള്ള പ്രവചനങ്ങൾ കാണാം. ഇത് ഒരുപോലെയാണ് കിടക്കുന്നത്, ഒരുമിച്ചാണ് കിടക്കുന്നത്. പരിശുദ്ധാത്മാവ് വരുന്നതിനെ കുറിച്ച് യോവേൽ പ്രവാചകന്റെ പ്രവചനം നിങ്ങൾ വായിക്കണം. അവിടെ പറയുന്ന, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, യുവാക്കന്മാർ ദർശനങ്ങൾ കാണും. ഇതങ്ങനെ അങ്ങോട്ട് പറഞ്ഞു തൊട്ട് താഴെ പറയുന്നു, കർത്താവിന് വലുത് ഭയങ്കരമായ നാൾ വരും, സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ രക്തവർണ്ണമാകും. ഇത് ഒരുമിച്ചാണ്. അതുപോലെ നിങ്ങൾ ശക്രിയ പ്രവചനത്തിലും സങ്കീർത്തനത്തിലും യെശയ്യാ പ്രവചനത്തിലും എല്ലാം പഴയ നിയമ പ്രവചനങ്ങൾ വായിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾക്കറിയാം: ഈ യേശുവിന്റെ വരവ്, യേശുവിന്റെ ജനനം, പരിശുദ്ധാത്മാവിന്റെ വരവ്, അവിടം വരെയുള്ള വെളിപ്പാടേ പഴയ നിയമ പ്രവാചകന്മാർക്ക് കിട്ടിയുള്ളൂ. പിന്നെ അവർക്ക് കൊടുത്ത വെളിപ്പാട് അന്ത്യകാല സംഭവത്തെ കുറിച്ചുള്ള വെളിപ്പാടാണ്. ഈ യേശുവിന്റെ വരവിനും യേശുവിന്റെ ജനനത്തിനും പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിനും പിന്നെ അന്ത്യകാല സംഭവത്തിനും ഇടയ്ക്കുള്ള സഭയുടെ കാലഘട്ടത്തെ കുറിച്ച് ഒരു ചെറിയ സൂചന പോലും പഴയ നിയമ പ്രവാചകന്മാർക്ക് ദൈവം കൊടുത്തില്ല. അതൊരു മർമ്മമായിരുന്നു. അതുകൊണ്ടാണ് സഭയെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ പറയുന്നത്, ഇത് അന്ത്യകാലത്ത് വെളിപ്പെടുവാനുള്ള മർമ്മമാണ്. പഴയ നിയമത്തിലെ ഒരു പ്രവാചകനും ദൈവം ഇത് വെളിപ്പെടുത്തി കൊടുത്തില്ല. ഈ സഭയെ കുറിച്ചുള്ള മർമ്മത്തിന്റെ വെളിപ്പാടിന്റെ അരികിൽ വന്ന ഒരു പ്രവാചകൻ പഴയ നിയമത്തിലുണ്ട്. പഴയ നിയമ പ്രവാചകന്മാരെ കുറിച്ച് ബൈബിൾ പണ്ഡിതന്മാർ പറയുമ്പോൾ വലിയ പ്രവാചകന്മാർ, ചെറിയ പ്രവാചകന്മാർ, ശ്രേഷ്ഠ പ്രവാചകന്മാർ എന്നൊക്കെ പറയും. പ്രവാചകന്മാരെ ഏറ്റവും തലവനായിട്ട് പറയുന്നത് മോശയെ കുറിച്ചാണ്. മോശയാണ് ദീർഘദർശിമാരുടെ തലവൻ. എന്റെ പഠനത്തിൽ ഞാൻ കണ്ടെത്തിയത് ഏറ്റവും ശ്രേഷ്ഠനായ പ്രവാചകൻ പഴയ നിയമത്തിൽ ഞാൻ അംഗീകരിക്കുന്നത് ദാനിയേലിനെയാണ്. കാരണം ദാനിയേല് ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് ഇതിന്റെ അവസാനം കാണിച്ചു തരണമേ. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ച് ഞാൻ പ്രചോദിതനായി. എനിക്ക്
ഇതിന്റെ അവസാനം അറിയണം. എന്താണ് നിന്റെ പദ്ധതി, എന്താണ് നിന്റെ പദ്ധതി ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. ദൂതൻ വന്നിട്ട് ദാനിയേലിനോട് അന്ത്യകാല സംഭവങ്ങൾ, മഹാപീഡനങ്ങൾ, യെരൂശലേം തകർക്കപ്പെടുന്നത്, അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഉദയം, തന്റെ മരണം, തന്റെ സാമ്രാജ്യം ചെതറുന്നത്, വരുവാനുള്ള ഒരുപാട് കാര്യങ്ങൾ ദാനിയേലിന് പറഞ്ഞു കൊടുത്തു. അപ്പോഴും സഭ എന്ന ഒരു സ്ഥാപനത്തെ കുറിച്ച് ഒരു സൂചന പോലും ദാനിയേലിന് കൊടുത്തില്ല. പിന്നീട് ദാനിയേൽ പിന്നെയും ഉപവസിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന് മനസ്സിലായി ഇവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവസാനം താൻ എന്ത് ചെയ്യേണ്ടി വരും, താൻ ഇത് പറയേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ ആ രീതിയിൽ ദൈവത്തെ നിർബന്ധിക്കുന്ന വിധത്തിൽ ദാനിയേൽ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി വന്ന് പറഞ്ഞു, ഇപ്പോൾ ദാനിയേലേ നീ പോയിക്കൊള്ളുക, നീ പോയി വിശ്രമിക്ക്, നീ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല. അങ്ങനെയാണ് ദാനിയേൽ മരിക്കുന്നത്. നീ പോയി വിശ്രമിക്ക്, കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരും. ഈ മർമ്മം വെളിപ്പെടുത്തുവാൻ കഴിയത്തില്ല. നോക്കുക, പഴയ നിയമ പ്രവാചകന്മാർക്ക് മുഴുവൻ മറച്ചു വെച്ച മർമ്മമായ സഭയിലെ അംഗങ്ങളാണ് നിങ്ങൾ. എത്ര ശ്രേഷ്ഠമായ പദവിയാണ്. കൈകളിൽ ഉയർത്തി ദൈവത്തെ സ്തുതിക്കണം. അനുഗ്രഹിക്കപ്പെട്ട ഭാഗ്യ പദവിയാണ് ഒരു ക്രൈസ്തവനായിട്ട് ഈ ഭൂമിയിൽ നിൽക്കുക എന്നുള്ളത്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായിട്ടിരിക്കുക എന്നതിനേക്കാൾ ശ്രേഷ്ഠമായ പദവിയാണ് ഒരു ക്രൈസ്തവനായി ഈ ഭൂമിയുടെ മുഖത്ത് നിൽക്കുക എന്നുള്ളത്. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. മർമ്മം എന്ന് പറഞ്ഞാൽ അത് രഹസ്യമാണ്. എന്ത് രഹസ്യമാണ്? പരിശുദ്ധമായ രഹസ്യമാണ്. ഹോളി സീക്രട്ട് ആണ് മർമ്മം. നിങ്ങൾക്കറിയാമോ, മനുഷ്യരുടെ രഹസ്യങ്ങളൊന്നും പരിശുദ്ധമല്ല, അതൊക്കെ അശുദ്ധമായ രഹസ്യങ്ങളാണ്. എന്നാൽ ദൈവത്തിന്റെ രഹസ്യങ്ങളെല്ലാം പരിശുദ്ധമാണ്. പരിശുദ്ധവും പരിപാവനവുമായ രഹസ്യങ്ങളെയാണ് യേശു കർത്താവ് പറയുവാൻ തുടങ്ങിയ ഉപമകളിലൂടെ. പിന്നീട് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അപ്പോസ്തലന്മാർ അത് തെളിവായി നമ്മോട് പറഞ്ഞു. പരിശുദ്ധമായ രഹസ്യങ്ങളെയാണ് ഇന്ന് രാത്രി നാം ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ യാക്കോബായ സഭയുടെ പാട്ടിനകത്ത് ഇങ്ങനെ പാടുന്നത്, രഹസ്യം 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 എനിക്കും എൻ വീട്ടുകാർക്കും. എത്ര പേർക്ക് പറയാൻ പറ്റും? സ്വർഗാദി നാഥ അർത്ഥമറിയാതെ അല്ല നമ്മൾ അർത്ഥം പറഞ്ഞ് പാടുന്നു. ഇന്നലെ രാത്രി നമ്മൾ കേട്ടു, അവനാണ് സ്വർഗീയ മണവാളൻ. സഭയാണ് മണവാട്ടി. മണവാട്ടിയായിരിക്കുന്ന സഭയെ വേളി കഴിക്കുവാൻ വേണ്ടി യേശു കർത്താവ് വെളിപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് സഹോദരന്മാരെ ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശപ്പെടുത്തുവാൻ കഴിയത്തില്ല. പിന്നെയും പൗലോസ് സഹോദരന്മാരെ ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. അന്ത്യകാഹളനാദത്തിങ്കൽ മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെടുകയും ഇങ്ങനെ നാം എല്ലാവരും കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. ഇതൊരു മർമ്മമാണ്. ഈ ദിവസങ്ങളിൽ രഹസ്യങ്ങളെയാണ് നാം ചിന്തിക്കുന്നത്. പരിശുദ്ധവും പരിപാവനവുമായ ദൈവത്തിന്റെ രഹസ്യങ്ങൾ, അവയെ ദൈവം നമുക്ക് പങ്കുവെച്ചു തരികയാണ്. നാം എത്ര ഭാഗ്യപദവിയും ആണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ സുവിശേഷത്തിലേക്ക് സ്വർഗത്തിലെ ദൂതന്മാർ പോലും കുനിഞ്ഞു നോക്കുവാൻ കൊതിക്കുന്നു. നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന രഹസ്യങ്ങളെ ദൂതന്മാർക്ക് പോലും ദൈവം മറച്ചു വെച്ചതാണ്. അതുകൊണ്ട് ഈ രഹസ്യങ്ങളെ നാം കൈകാര്യം ചെയ്യുമ്പോൾ ദൂതന്മാർ പോലും നമ്മെ അസൂയയോടെ നോക്കുകയാണ്. ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്കായി അപ്പോസ്തലൻ പൗലോസ് ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യം. അതാണ് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യം. ആദ്യം കിട്ടുന്നവർക്ക് വായിക്കാം, താഴെ കിട്ടുന്നവർക്ക് വായിക്കാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ദൂരത്തിന് ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിക്കും. നമ്മളിത് വായിക്കുമ്പോൾ വളരെ അധികം നമുക്ക് സംശയം തോന്നാവുന്ന ഒരു വാക്യമാണ്. അവിടെ അപ്പോസ്തലൻ പൗലോസിന്റെ ആഹ്വാനം ഇതാണ്: നിങ്ങൾ അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുകയും.
നമ്മള് കേട്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതുമായിരിക്കുന്ന അടിസ്ഥാനമായിരിക്കുന്ന ഒരു പ്രമാണത്തിന് വിരുദ്ധമായ ഒരു വചനമാണിതെന്ന് നമുക്ക് തോന്നുന്നു. കാരണം ഏതാണ് ആ വചനം? ഈ വചനത്തിന് വിരുദ്ധമായ ഒരു വചനം നമ്മൾ പഠിക്കുന്നത് വിരുദ്ധമല്ല, വിരുദ്ധമാണെന്ന് നമുക്ക് തോന്നുന്നു. ദൈവവചനം ഒരിക്കലും പരസ്പര വിരുദ്ധമല്ല. നാം കേട്ടിട്ടുള്ള ഒരു വചനം എങ്ങനെയാണ്? എന്താണ് ആ വചനം? കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് പ്രവൃത്തികൾ കാരണമല്ല. എഫേസ്യലേഖനം 2:8 നമ്മൾ വായിക്കുന്നത്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് പ്രവൃത്തികൾ കാരണമല്ല. അപ്പൊ പ്രവൃത്തികൾ മൂലമല്ല നമ്മൾ രക്ഷിക്കപ്പെടുന്നത് എന്നുള്ളത് നമ്മുടെ ഉപദേശങ്ങളിൽ ഏറ്റവും അടിസ്ഥാനമായ ഉപദേശമാണ്. ഏറ്റവും കൂടുതൽ ശക്തമായി പ്രസംഗിക്കപ്പെടുന്ന ഉപദേശമാണ്. ഒരു പ്രവൃത്തിയും രക്ഷ നേടുവാൻ മനുഷ്യനെ പ്രാപ്തനാക്കുന്നില്ലെന്നും രക്ഷ എന്നത് ദൈവത്തിന്റെ സൗജന്യമായ ദാനമാണെന്നും വെളിപ്പാടിന്റെ പുസ്തകത്തിൽ ആരാധിക്കുമ്പോൾ അവർ പറയുന്നത് രക്ഷ എന്നത് ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനമാണ്. ഫ്രീ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, സൗജന്യ ദാനമാണ്. അതിന് നമ്മൾ ഒന്നും വില കൊടുക്കാൻ കഴിയത്തില്ല, നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അത് ദൈവത്തിന്റെ സൗജന്യ ദാനമാണ്. ഇതാണ് നമ്മുടെ അടിസ്ഥാന വിശ്വാസം. പക്ഷേ വായിച്ചു വരുമ്പോൾ ഈ വാക്യത്തിൽ പറയുന്നു എന്ന് പറയുന്നു, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഭയത്തോടും വിറയലോടും കൂടെ പ്രവർത്തിക്കണം. അപ്പൊ ഇതൊരു വൈരുദ്ധ്യം നമുക്ക് തോന്നും. രക്ഷ സൗജന്യമാണെന്ന് ഒരിടത്ത് പറയുന്നു, വേറെ ഒരു സ്ഥലത്ത് പറയുന്നു, ഇവിടെ പറയുന്നു എന്ന് പറയുന്നു രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുകയും. അപ്പോൾ ഏതാണ് ശരി? രക്ഷ വെറുതെ കിട്ടുമെന്ന് പറയുന്നതാണോ ശരി? രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണമെന്ന് പറയുന്നതാണോ ശരി? അവിടെയാണ് നാം ചിന്തിക്കുന്നത്.